എൻ്റെ പേര് ഷാജി. ഞാൻ സൺഫോക്കസിൽ നിന്നാണ്. സൺഫോക്കസ് സോളാർ സിസ്റ്റം ഇവിടെ മൻസൂർ അഹമ്മദ് ക്ലാപ്പന എന്ന വ്യക്തിയുടെ വീട്ടിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിന് സംശയങ്ങളുണ്ട്, അപ്പോൾ അതൊന്ന് ദൂരീകരിക്കുന്നതിനും അതിന് വ്യക്തമായ ഒരു ആൻസർ കൊടുക്കുന്നതിനും വേണ്ടി ഇപ്പോൾ ഇവിടെ എത്തിയതാണ്. സാറിൻ്റെ വീട്ടിലോട്ട് പോവാം. അവിടെ സാർ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുട്ടു. നമസ്കാരം സാർ. നമ്മൾ 5 കിലോവാട്ടിൻ്റെ സോളാർ യൂണിറ്റാണ് നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതെ. അപ്പം എനിക്ക് അതിനകത്ത് കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ട്. അതൊന്ന് വളരെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് അത് ഡിസ്കസ് ചെയ്യണമെന്ന്. ഓക്കെ, എനിക്ക് ആദ്യമായിട്ട് വേണ്ട ഈ സ്ട്രക്ചറിന് നിങ്ങൾ എത്ര വർഷത്തെ വാറണ്ടിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ ഈ കോട്ടിങ്, നമ്മൾ ഏത് രീതിയിലുള്ള കോട്ടിംഗ് ആണ് അപ്ലൈ ചെയ്തത്? ഈ കോട്ടിങ്ങിന് എത്ര വർഷം നമുക്ക് നിൽക്കാം? അത് നമ്മൾ ടൈം ടു ടൈം റീ അപ്ലൈ ചെയ്യണോ ഈ കോട്ടിങ് എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ശരിക്കും നമ്മൾ ഈ സോളാർ സിസ്റ്റം മൊത്തത്തിൽ ഒരു 30-40 വർഷത്തെ വാറണ്ടി വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് സാധനങ്ങളും ആ ഒരു ഡ്യൂറബിലിറ്റിയിൽ സ്റ്റേബിൾ ആകുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഇറക്ഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മെറ്റീരിയൽ തന്നെ ഇതിന് എടുത്തിരിക്കുന്നത് ഈ സോളാറിന് വേണ്ടി അപ്പോളോ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഗ്രേഡ് മെറ്റീരിയലാണ്. നമ്മൾ 122-9 തൊട്ട് 1589 വരെയുള്ള ഗ്രേഡിലുള്ള മെറ്റീരിയൽ നമ്മളിതിന് വേണ്ടി സെക്ഷൻ എന്തോ വാൾത്തേക്കിന് എന്തോ കാണും, അല്ലെങ്കിൽ എത്ര ഗേജിൻ്റെ ആയിരിക്കും ഈ സെക്ഷൻ മാർക്കുന്നത്? നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ 1.6 mm-ൻ്റെയാണ്. അത് 16 kg മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ട്യൂബ് വന്നിട്ട് 50-50 സ്ക്വയർ ട്യൂബാണ് നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. പിന്നെ ഓരോ സ്ട്രക്ചറിനും ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഹെവി സ്ട്രക്ചർ ആണെങ്കിൽ ഒരു 1.5 ഇഞ്ച് തൊട്ട് ഒരു 3 ഇഞ്ച് വരെയുള്ള മെറ്റീരിയൽ വരെ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ റെക്ടാങ്കുലർ ട്യൂബുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ എറക്ഷനിലോട്ട് വരുന്നതിന് മുമ്പ് അതിൻ്റെ കോട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക വരുമല്ലോ, കേട്ടായിരിക്കുമല്ലോ ഈ എറക്ഷനിലോട്ട് പോകുന്നത്. അപ്പം ഈ ജോയിൻറ്റുകൾ, വെൽഡിങ് ജോയിൻറ്റുകൾ അല്ലെങ്കിൽ ബേൺ ചെയ്തിരിക്കുന്ന ഏരിയ നിങ്ങൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഈ വെൽഡിങ് ഏരിയ നമ്മളെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഫ്ലെക്സൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സർഫസ് നമ്മൾ സ്മൂത്തായിട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് കോട്ടിങ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളൊരു ആൻറ്റി കൊറോസീവ് പെയിൻറ്റ് ഉപയോഗിച്ച് ഈ വെൽഡിങ് ഏരിയ നമ്മൾ കോട്ട് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ 2 ടൈപ്പിലുള്ള നമ്മൾ പെയിൻറ്റ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രൈമറി എപ്പോക്സി പെയിൻറ്റ്, രണ്ടാമതെന്ന് വെച്ചാൽ എപ്പോക്സി തന്നെ ഈ മറൈൻ പെയിൻറ്റ് വെച്ചാൽ അതൊരു നല്ല ഡ്യൂറബിലിറ്റിയാണ്. നമ്മൾ ഈ പെയിൻറ്റിങ് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ അഡീഷണൽ ടെസ്റ്റ് എടുക്കുന്നുണ്ട്. ഈ കോട്ടിംഗ് തിക്നെസ് അത് മെഷർ ചെയ്യുന്നുണ്ട്. ഡ്യൂറബിലിറ്റി ആയിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ പീലിങ്ങോ ഫ്ലക്കിങ്ങോ ഒന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള പെയിൻറ്റിങ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അഡീഷണൽ ടെസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഓരോ ഒബ്ജക്റ്റിലും അല്ലെങ്കിൽ ഓരോ സ്ട്രക്ചറിലും നമ്മളത് ചെക്ക് ചെയ്യാറുണ്ട്. നമ്മളത് മുകളിലോട്ടൊന്ന് പോയ സ്ട്രക്ചറിൻ്റെ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമ്മൾ അദാനിയുടെ പാനലാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. അതെ. എനിക്ക് തോന്നുന്നത് 565 വാട്ട്സ് ആണ് ഓരോ പാനലും വരുന്നത്. അങ്ങനെ 9 പാനലാണ് ഈ 5 കിലോ വാട്ട്സിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ, അതുപോലെ തന്നെ ഈ വെർട്ടിക്കലായിട്ടുള്ള എന്താ പറയുന്നത് ഈ ട്യൂബ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇത് എത്രത്തോളം റെസിസ്റ്റ് ചെയ്യും? കാറ്റ് വന്നാൽ എങ്ങനെ റെസിസ്റ്റ് ചെയ്യും? കാറ്റിനെ റെസിസ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളതൊന്നും, അല്ലെങ്കിൽ ഇതിൻ്റെ എത്ര സ്ട്രോങ് ആയിരിക്കും ഇത് ഈ സ്ട്രക്ചർ എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫ് ചെയ്യാൻ പറ്റുമോ? അത് പറയാം. കാരണം വെച്ചാൽ ഇത് നമ്മൾ ഒരു പാനൽ 24 കിലോ വെയിറ്റാണ് ഇതിന് ഉള്ളത്. ഇത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാനലിൻ്റെ വെയിറ്റ് മാത്രമല്ല ലോഡ് ടെസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ വിൻഡിൻ്റെ ലോഡ് വരും, അതുപോലെ നമ്മൾ മഴ സമയത്ത് അതിൻ്റെ ലോഡ് വരും. ഏതൊരു സാഹചര്യത്തിലും ഇതിന് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോട്ടോടൈപ്പ്, നമ്മളൊരു സ്ട്രക്ചർ എറക്ഷൻ ചെയ്തിട്ട് അതിന് ലോഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ലോഡ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ സ്ട്രക്ചറും ചെയ്യുന്നത്. അത് കാരണം നമുക്ക് ഈ സ്ട്രക്ചർ ഈ ലോഡ് താങ്ങുമെന്ന് നമുക്ക് ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയേഴ്സ് വൺസ് അവർ ഇവിടെ വിസിറ്റ് ചെയ്തതിന് ശേഷം അവർ എങ്ങനെ ഇത് പ്ലേസ് ചെയ്യാം, എവിടെ ഇത് പ്ലേസ് ചെയ്യാം, എവിടെ ആയിരിക്കും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുന്നതെന്നൊക്കെ ഉള്ളത്, അവർ അല്ലെങ്കിൽ എത്രത്തോളം ഏത് ഭാഗത്തായിരിക്കും സ്ട്രോങ് പോയിന്റ് എന്നുള്ളത്, ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രോങ് പോയിന്റ് എന്നുള്ളതും നമ്മൾ ഇവിടുന്ന് വരുമെന്ന് വിസിറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇവിടുന്ന് നമുക്ക് എത്ര ഈ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുന്ന ഏരിയ ഏതാണെന്ന് നമ്മളൊന്ന് ഒബ്സർവേഷൻ ചെയ്യും. നമുക്ക് ഷാഡോ ഫ്രീ ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ അത് സജക്റ്റ് ചെയ്യുന്നത്. കാരണം
ഈ പ്രൊഡക്ഷൻ നമുക്ക് ഇതിന് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽസും നിയർ ബൈ ഉണ്ടാകരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളത് സ്ട്രക്ചറിന് എറക്ഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് ഈ എറക്ഷൻ ടൈമിലെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പാനൽ ഉപയോഗിക്കുന്നു ആ പാനലിന് ലോഡ് താങ്ങുന്ന ഡിസ്റ്റൻസിലാണ് ഇതിൻ്റെ ലെഗുകളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ പ്രകാരം അതിന് കൊടുത്തിരിക്കുന്ന ലോഡ് അനുസരിച്ചുള്ള ഡിസ്റ്റൻസ് വെച്ചാണ് ഓരോ ലെഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ ബേസ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആങ്കർ ബോൾട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയാമല്ലോ. ഇത് അത്യാവശ്യം ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്ലേറ്റ് ഒരു 100-ൻ്റെ പ്ലേറ്റിലാണ് നമ്മൾ 4 mm തിക്നെസ്സിൻ്റെ പ്ലേറ്റിലാണ് ഇത് ആങ്കർ ബോൾട്ട് ചെയ്തിരിക്കുന്നത്. 4 ആങ്കർ ബോൾട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ആങ്കർ ബോൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്ത് ഹോൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ആ ഹോളിലേക്ക് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ ആങ്കർ ബോൾട്ട് ഫിക്സ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഫ്യൂച്ചറിൽ അതിലൂടെ വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടാകുകയോ റസ്റ്റ് ആകുകയോ അല്ലെങ്കിൽ വാട്ടർ ലീക്ക് ഉണ്ടാകുകയോ ഒന്നും ചെയ്യത്തില്ല. അത് വളരെ കറക്റ്റായിട്ട് അത് ബോണ്ടായിട്ടിരിക്കും. അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പുറത്തൊരു 6 ഇഞ്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിലാണ് ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മുടെ വീടിനോ ഇൻ ഫ്യൂച്ചറിൽ ഒരു ബുദ്ധിമുട്ടോ ആ സ്ട്രക്ചറിന് എന്തെങ്കിലും ഡാമേജോ ഒന്നും ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് സ്ട്രെങ്തായിട്ടാണ് ഈ ബേസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പോളോയുടെ സ്ക്വയർ ട്യൂബ് അല്ലേ? ഓക്കെ. ഇതിൻ്റെ തിക്നെസ് ഒക്കെ എത്രയൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു? ഇത് നമ്മൾ കസ്റ്റമർക്ക് ഓഫർ ചെയ്ത പോലെ തന്നെ നമ്മൾ 50x50 സ്ക്വയർ ട്യൂബാണ്. ഇത് 1.6 mm തിക്നെസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രേഡ് തന്നെ 1239 തൊട്ട് 1589 വരെയുള്ള ഗ്രേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് GI ട്യൂബാണ്. GI ഒരു 50 വർഷത്തേക്ക് GI ട്യൂബുകൾക്ക് റെസ്റ്റ് ഒന്നും റെസിസ്റ്റ് ചെയ്യും. ഒരു കാരണവശാലും നമുക്കൊരു 30 വർഷത്തിനുള്ളിൽ ഇത് ഒന്നും സംഭവിക്കത്തില്ല. അത്രയ്ക്ക് ഡ്യൂറബിലിറ്റി ഉള്ളതാണ്. ഇത് 350 മൈക്രോൺ വരെ പെയിൻറ്റ് തിക്നെസ് കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. കാരണം ഇത് ഗാൽവനൈസിങ് 55 മൈക്രോണിൽ ഗാൽവനൈസിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൈമർ പെയിൻറ്റ് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് എത്ര വർഷത്തിന് ശേഷം പിന്നെ റീകോട്ട് ചെയ്യണം, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് അതിൻ്റെ ആവശ്യം വരില്ല. കാരണം എന്ന് വെച്ചാൽ ആൾറെഡി ഗാൽവനൈസിങ് 55 മൈക്രോൺ സ്റ്റാൻഡേർഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡീപ്പ് ഗാൽവനൈസിങ്ങിലാണ് നമ്മളിത് ഈ 55 മൈക്രോൺ കിട്ടിയിരിക്കുന്നത്. അത് ഒരു 50 വർഷത്തേക്ക് അത് നാച്ചുറലായിട്ടൊന്നും സംഭവിക്കില്ല. അത് റെസ്റ്റ് ആകാൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ കോട്ടിംഗ് ഉണ്ടല്ലോ, ഈ കോട്ടിംഗ് എത്രയും ഡ്യൂറബിൾ ആണ്, അല്ലെ ആപ്ലിക്കേഷൻ എത്രയും ബെറ്റർ ആണ് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് അദേഷൻ ടെസ്റ്റ്. ഇതിൻ്റെ പിടുത്തം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് അതൊന്ന് കാണിച്ചു തരാം. പ്ലീസ്. ഇത് നമ്മൾ ഡയഗണലായിട്ട് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ പീൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ പീലിങ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഫെയിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അദേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇല്ലാവുന്നില്ല അല്ലേ? ഇതിപ്പോൾ പീലാകുന്നില്ല. നമ്മളിപ്പോൾ എത്ര ടൈറ്റ് ചെയ്തിട്ടും നമ്മളിത് പീലാകുന്നില്ല. ഇത് അത്രയ്ക്ക് ഇതിൻ്റെ അദേഷൻ അത്രത്തോളം ഇത് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം പോലും ഇത് പീലിംഗ് ആകുന്നില്ല. നമ്മൾ വളരെ ശക്തമായിട്ട് നോക്കിയാൽ പോലും അത് പീലിംഗ് ആകുന്നില്ല. അതാണ് ഇതിൻ്റെ അത്രത്തോളം നമുക്ക് ഈ പെയിൻറ്റ് ബിലീവബിളാണ്. അതെ, നമ്മൾ ഈ പ്ലാന്റ് വെച്ചതിന് ശേഷം ഇപ്പോൾ കുറച്ച് മാസങ്ങളായല്ലോ. അപ്പോൾ ഈ പ്ലാന്റിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? അത് വളരെ നല്ല അഭിപ്രായമാണ്. കാര്യം തുടക്കത്തിൽ എനിക്ക് 5 കിലോവാട്ട് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എത്ര കിലോവാട്ട് വരെ ഒരു ദിവസം ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇഫ് സ്കൈ ഈസ് ക്ലിയർ, അതായത് മറ്റ് ഒബ്സഷൻ ഒന്നും ഇല്ലെങ്കിൽ എത്ര കിലോവാട്ട് വരെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവർ മാക്സിമം എൻ്റെ അടുത്ത് പറഞ്ഞാൽ 20 കിലോവാട്ട് സാറ് കമ്പനി തരുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് 20 കിലോവാട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഫോർച്യുനേറ്റ്ലി എനിക്കത് 25ആയി 30ആയി, മാക്സിമം എനിക്ക് ഒരു 33 യൂണിറ്റ് പെർ ഡേ വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ എനിക്ക് 750 യൂണിറ്റ് വരെ കിട്ടി. അതായത് 25 യൂണിറ്റ് പെർ ഡേ
ആവറേജ് എനിക്ക് കിട്ടി. അപ്പോൾ 750 യൂണിറ്റാണ്. അവർ പറഞ്ഞത് 600 യൂണിറ്റ് ആണെങ്കിലും എനിക്ക് 750 യൂണിറ്റ് വരെ കിട്ടി. തീർച്ചയായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല എൻ്റെ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളുടെയൊക്കെ റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സൺ ഫോക്കസിന് ഫ്യൂച്ചറിൽ നല്ലൊരു ബിസിനസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.